ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം വായിക്കാം. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം എന്ന് തന്നെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്രൈസ്തവ ലോകം തങ്ങളുടേതായ വിശ്വാസ പ്രമാണങ്ങളും കൽപ്പനകളുമുള്ള ആയിരക്കണക്കിന് സഭകളാലും കൂട്ടായ്മകളാലും നിറഞ്ഞിരിക്കുന്നു. തങ്ങളുടേതായ വിശ്വാസ വ്യാഖ്യാനമാണ് ശരിയെന്ന് സ്ഥാപിക്കുവാൻ പരസ്പരം തലതല്ലിക്കീറുന്ന സഭകളും മറ്റുള്ളവരുടെ വിശ്വാസം തെറ്റാണെന്ന് പ്രചരിപ്പിക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങളും ഈ ഭൂമണ്ഡലത്തിൽ ധാരാളമുണ്ട്. അത്യുന്നതനായ ദൈവം നൽകിയ 10 കൽപ്പനകൾ വിശദീകരിച്ച് 600-ലധികം ഉപകൽപ്പനകളാക്കിയ യഹൂദസഭ ജനങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കർത്താവ് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന പുതിയ കൽപ്പന അവർക്ക് നൽകുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം എന്നും, സ്നേഹിതനു വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്നും അരുളി ചെയ്ത കർത്താവ് സ്വന്തം ജീവൻ അർപ്പിച്ച് നമ്മോടുള്ള ദൈവത്തിന്റെ അനന്തമായ സ്നേഹം വെളിപ്പെടുത്തിയെന്ന് യോഹന്നാൻ ശ്ലീഹാ ചൂണ്ടിക്കാണിക്കുന്നു. തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ, തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ വീണ്ടും മാറോടണച്ച, തന്നെ വിട്ടോടിപ്പോയ ശിഷ്യന്മാർക്ക് പ്രാതലൊരുക്കി തിബരിയാസ് കടൽക്കരയിൽ കാത്തുനിന്ന, 1000-10,000ങ്ങളുടെ രോഗത്തിലും രോദനത്തിലും മനസ്സലിഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച തന്റെ അവർണ്ണനീയ സ്നേഹത്തിൽ തന്റെ അനുഗാമികൾ അലിഞ്ഞു ചേരുവാൻ യേശു ആഗ്രഹിക്കുന്നു. പരസ്പരമുള്ള സ്നേഹം കൊണ്ടാണ് ലോകം തന്റെ ശിഷ്യന്മാരെ തിരിച്ചറിയേണ്ടതെന്ന് യേശു അവരെ ഉദ്ബോധിപ്പിച്ചു. ദൈവത്തിന്റെ പൈതലേ, യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിനക്ക് നിന്റെ ഇടവകയിൽ, ശുശ്രൂഷയിൽ ആ സ്നേഹം പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നുണ്ടോ? നീ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ യേശുവിന്റെ അതുല്യ സ്നേഹം നിന്നിൽ നിന്ന് അണപൊട്ടി ഒഴുകുമെന്ന് നീ മനസ്സിലാക്കുമോ? സ്നേഹത്തിന്റെ പ്രദർശനം നിന്റെ പ്രവൃത്തികളിലൂടെ ലോകം കാണുമ്പോൾ അവർ നിന്നിലൂടെ യേശുവിനെ കാണും എന്ന് നീ ഓർമ്മിക്കുമോ? മനമേ നീ സ്തുതി പാടിടുക, സ്തുതി പാടിടുക അനുദിനമനുനിമിഷം. എൻ മനമേ നീ സ്തുതി പാടിടുക, സ്തുതി പാടിടുക അനുദിനമനുനിമിഷം. യേശുവിൻ സ്നേഹം അവർണ്ണനീയം, അനന്തമ